ഹലോ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം ഇവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്. ഞാൻ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സ് അല്ലേ, ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സിൻ്റെ ഒരു ചെറിയ ഒരു എന്താ പറയുക ടോപ്പിക് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനേക്കാൾ മുമ്പ് നമുക്ക് ഒരു കാര്യം പറയാം. എന്താണ് നമ്മളിപ്പോൾ ഈ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സ് എന്തിനു വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്? നമ്മുടെ ഇംഗ്ലീഷ് വളരെ ഫ്ലുവൻ്റായിട്ട് അല്ലേ, നമുക്ക് ഒരു ഇംഗ്ലീഷ് നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാനായിട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സ് ഓൺലൈൻ പ്ലാറ്റ്ഫോംസും ഓഫ്ലൈൻ പ്ലാറ്റ്ഫോംസിലും നമ്മൾ തപ്പുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോംസാണ് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ. ബിക്കോസ് നമ്മുടെ ഹോമിൻ്റെ അറ്റ്മോസ്ഫിയറിൽ നമ്മുടെ കംഫർട്ട് ടൈമിൽ നമുക്ക് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. നമ്മുടെ സ്പീക്കിംഗ് കോഴ്സ് നമുക്ക് ഫ്ലുവൻ്റായിട്ട് ബിൽഡപ്പ് ചെയ്യാം. റൈറ്റ്, ഓഫ്ലൈൻ പ്ലാറ്റ്ഫോംസും അവൈലബിൾ ആണ്. പക്ഷെ നമുക്ക് പോയി വരണ ഒരു ബുദ്ധിമുട്ടുള്ള കാരണം കാരണം ഓൾറെഡി നമുക്ക് ആസ് എ സ്റ്റുഡൻറ്റ് വേറെ ഒരുപാട് ഷെഡ്യൂൾസ് ഉണ്ടാവും. സ്കൂളിൽ പഠിക്കാനുണ്ടാവും, ആസ് എ കോളേജ് സ്റ്റുഡൻറ്റ് കോളേജിലും പഠിക്കാനുണ്ടാവും. അപ്പോൾ ഈ ബിസി ഷെഡ്യൂൾസ്, പിന്നെ അതിൻ്റെ കോച്ചിങ്സിന് പോകാൻ ഈ ബിസി ഷെഡ്യൂൾസ് കഴിഞ്ഞ് നമുക്ക് അതിനുള്ള സമയം കിട്ടില്ല. സോ ദ ബെസ്റ്റ് ഓപ്ഷൻ ഇസ് ഓൺലൈൻ. ഓക്കെ, സോ ഓൺലൈൻ ഓപ്ഷനിൽ നമുക്ക് ഇവിടെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സ് പഠിക്കാം, നമ്മുടെ ഇംഗ്ലീഷ് ഫ്ലുവൻ്റായിട്ട് ഇരിക്കാം. നിങ്ങൾക്കറിയാം, ഒരു ഇംഗ്ലീഷ് സ്പീക്ക് ചെയ്യാനായിട്ട് ബേസിക് നമുക്ക് ഗ്രാമർ കറക്റ്റ് ഉണ്ടാവണം. ഗ്രാമർ ആണ് ഒരു സെൻറ്റൻസിനെ ഫോം ചെയ്യുന്നത് കറക്റ്റായിട്ട്, അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്നത് നമുക്ക് സംസാരിക്കാനും എഴുതാനായിട്ട്. ഓക്കെ, ഒരു പ്രോപ്പർ ഗ്രാമർ നമുക്ക് കൺസെപ്റ്റ് മനസ്സിലായെങ്കിൽ നമുക്ക് സംസാരിക്കുമ്പോൾ ഒരു ഗ്രാമറ്റിക്കൽ മിസ്റ്റേക്ക് ഉണ്ടാവില്ല. അത് എഴുതുന്ന നേരത്തെ ആയാലും സംസാരിക്കുന്ന നേരത്തെ ആയാലും നമുക്ക് ഇംഗ്ലീഷ് സ്പീക്കിംഗ് എന്തോരം ഇമ്പോർട്ടൻ്റ് ആണോ ലൈഫിൽ. ആസ് എ സ്കൂൾ സ്റ്റുഡൻറ്റ് ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിനുള്ള ഇമ്പാക്റ്റ് മനസ്സിലാവും. അതുപോലെ കോളേജിൽ ആസ് എ കോളേജ് സ്റ്റുഡൻസ് നമ്മൾ പ്രസൻറ്റേഷൻസൊക്കെ നമ്മൾ നടത്തുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ 30 മാർക്സ് 40 മാർക്സ് ഇൻറ്റർണൽസ് ഒക്കെ പ്രസൻറ്റേഷൻസാണ്. ഈ പ്രസൻറ്റേഷൻസ് നമ്മൾ ഏറ്റവും ബെസ്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്നത് ത്രൂ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആണ്. ഇഫ് യു ആർ ബെസ്റ്റ് ഇൻ യുവർ ഇംഗ്ലീഷ് ആൻഡ് ഇഫ് അതേഴ്സ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് യു വെൽ, ദെൻ യു ആർ ഡൺ. റൈറ്റ്, യുവർ പ്രസൻറ്റേഷൻ ഈസ് യുവർ ബെസ്റ്റ്. റൈറ്റ്, അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ജോലിക്കൊക്കെ ട്രൈ ചെയ്യുമ്പോൾ അവിടെയും നമുക്ക് ഇംഗ്ലീഷ് ഇൻ്റർവ്യൂക്ക് കൊടുക്കണം, നല്ലപോലെ ഇംഗ്ലീഷ് പറയാൻ കിട്ടണം അല്ലേ. അവിടെ നല്ല ഫ്ലുവൻ്റായിട്ട് ഇംഗ്ലീഷ് പറയുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഇൻ്റർവ്യൂ നമുക്ക് ജയിക്കാനുള്ള അവസരം കിട്ടുക. അല്ലെങ്കിൽ നമുക്ക് ഈവൻ ജോബ് കിട്ടി ശേഷം നമുക്ക് മുമ്പോട്ട് ഒരു പ്രൊമോഷന് വേണ്ടിയിട്ടും ഇംഗ്ലീഷ് സംസാരിക്കാൻ കിട്ടണം, അത്യാവശ്യമാണ്. അബ്രോഡ് പോയാലും നമുക്ക് ഇംഗ്ലീഷ് പറയാനായിട്ട് കിട്ടണം. ഇംഗ്ലീഷിലായിരിക്കും മോസ്റ്റ് ഓഫ് ദ എക്സാംസ് കണ്ടക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയ ഒരു സബ്ജക്റ്റാണ്. നമുക്ക് നമ്മളുടെ ഇംഗ്ലീഷ് ഫ്ലുവൻ്റായിട്ട് നമ്മളുടെ ഈ ഓൺലൈൻ ക്ലാസ്സിലൂടെ നമുക്ക് നേടിയെടുക്കാം. ലെറ്റ്സ് ബിഗിൻ സ്റ്റാർട്ട്. ആദ്യം തൊട്ട് ഞാൻ പറയാൻ പോകുന്നത്, നമ്മളെ ഇംഗ്ലീഷിൽ ഏത് ഇംഗ്ലീഷായാലും നമ്മൾ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ വേണം, അത്യാവശ്യമാണ് കേട്ടോ. ഒരു ചെറിയ സെൽഫ് ഇൻട്രൊഡക്ഷൻ നമ്മളെ കുറിച്ച് നമ്മൾ മറ്റാൾക്കാരോട് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുക. ആദ്യം തന്നെ ഞാനൊരു 2-3 ലൈനിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഒതുങ്ങുന്ന ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയും. ഓക്കെ, ഹലോ എവ്രി വൺ. ഓക്കെ, ഹലോ എവ്രി വൺ, മനസ്സിലായോ? രണ്ടാമത്തെ ലൈൻ നമുക്ക് പറയാം, മൈ നെയിം ഈസ് ക്രിസ്റ്റീന മൻഗൻ. മൈ നെയിം ഈസ് ക്രിസ്റ്റീന മൻഗൻ. മൂന്നാമത്തെ ലൈൻ നമുക്ക് ആഡ് ചെയ്യാം, നിങ്ങൾ ആരാണ്. ഓക്കെ, നിങ്ങളുടെ ഐഡൻറ്റിറ്റി ആരാണ്. ഐ ആം ക്രിസ്റ്റീന എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മുടെ പേര് നമ്മൾ മെൻഷൻ ചെയ്തതിന് വേണ്ടിയിട്ട് നമ്മൾ പറയാൻ പോകുന്നത്, ഐ ആം എ ട്രെയിൻഡ് മോണ്ടിസറി ടീച്ചർ. ഞാനൊരു വെൽ ട്രെയിൻഡ് മോണ്ടിസറി ടീച്ചറാണ്. ഐ ആം എ ട്രെയിൻഡ് മോണ്ടിസറി ടീച്ചർ. ഓക്കെ, ഇതാണ് നമ്മൾ പറയാൻ പറ്റുന്നത്. ഹാവ് എ നൈസ് ഡേ എന്ന് പറയും നമ്മൾ നമ്മുടെ ഇൻട്രൊഡക്ഷൻ അവസാനിപ്പിക്കുമ്പോൾ ഹാവ് എ നൈസ് ഡേ എന്ന് പറഞ്ഞിട്ട് താങ്ക് യു, നൈസ് ടു മീറ്റ് യു, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഒരു 2-3 ലൈനിൽ ഒതുങ്ങുന്ന രീതിയിൽ നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യുക അല്ലേ. നമ്മളിപ്പോൾ സ്കൂളിൽ ഒരു കൂട്ടുകാരനെ കാണുമ്പോൾ നമ്മുടെ പേര് പറയും അല്ലേ, നമ്മൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്. Okay, for example, I'm Alisa. I'm studying in class 2. I'm studying at St. Mary's Kottegard School. I'm from Thrissur district. അല്ലേ, ഇങ്ങനെയൊക്കെ അല്ലേ നമ്മളെ കുറിച്ച് പറയാം. I'm residing, നമ്മുടെ ഹോം അഡ്രസ്സ് പറയാം. I'm residing at Chulishori, Thrissur. നമുക്ക് കോൺടാക്ട് നമ്പർ, നമ്മൾ ഇപ്പോഴത്തെ കുഞ്ഞുകുട്ടികൾ വരെ കോൺടാക്ട് നമ്പർ അമ്മമാരുടെ അല്ലെങ്കിൽ അച്ഛൻ്റെ നമ്പറൊക്കെ ബൈഹാർട്ട് ചെയ്ത് നമ്മുടെ കോൺടാക്ട് നമ്പർ വരെ നമ്മൾ പറയും. ഓക്കെ, കാരണം ഇന്നത്തെ ലോകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്സാപ്പ് ലോകമാണ്.
stay in touch is through WhatsApp, right? So ഫോൺ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ ടച്ചിലാകും ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഫ്രണ്ടായിട്ട് ഇരിക്കുന്നത് ത്രൂ ഓൺലൈനാണ്, വാട്സാപ്പ്. ഓക്കെ, പിന്നെ പല ആപ്സ് ഉണ്ട്, അതും നമ്മൾ ഉപയോഗിക്കും. അത് നിങ്ങൾക്ക് അറിയാം, FB, Instagram, everything. So everywhere for better communication there should be, and for better self introduction there should be fluent English. ഓക്കെ, ആ ഇംഗ്ലീഷ് നമുക്ക് സംസാരിക്കാനായിട്ട് ഫ്ലുവൻ്റ്ലി, ഈസിലി, ഭയങ്കര എന്താ പറയുക, ഫ്രീലി നമുക്ക് കിട്ടും. ഒരു കൺഫ്യൂഷന്, ഒരു സ്ട്രെസ് ഉണ്ടാവാൻ പാടില്ല. അത് നമുക്ക് ഈ ഓൺലൈൻ ക്ലാസ് കൂടി നേടിയെടുക്കാം. ഓക്കെ, പക്ഷെ നമുക്ക് ഇപ്പോൾ ഞാനൊരു 2-3 ഗ്രീറ്റിങ്സ് എന്ന് പറയാം. നമുക്ക് ഒരാളെ കാണുമ്പോൾ നമ്മൾ ഗ്രീറ്റ് ചെയ്യാനത്. ഓക്കെ, ഗ്രീറ്റിങ്സ്. നമ്മൾ ഗ്രീറ്റിങ്സ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ അതിരാവിലെ ആണെങ്കിൽ നമ്മൾ സ്കൂളിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ മോർണിംഗ് ഷെഡ്യൂളാണ്. നമ്മളൊരു ടീച്ചറിനെ കാണുമ്പോൾ സാധാരണ നമ്മളൊരു ടീച്ചറിനെ കാണുമ്പോൾ ഗുഡ് മോർണിംഗ് എന്നാണ് പറയേണ്ടത്. എന്താണെന്ന് പറയേണ്ടത്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എല്ലാ കാര്യങ്ങളും ബോർഡിൽ എഴുതാൻ പറ്റില്ല, എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഗുഡ് മോർണിംഗ്. അതേപോലെ ആഫ്റ്റർനൂൺ, ഒരു ഉച്ച നേരത്താണെങ്കിൽ നമ്മൾ ഗുഡ് ആഫ്റ്റർനൂൺ, അങ്ങനെയാണ് നമ്മൾ വിഷ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ ഈവനിങ് ടൈം, ഒരു സ്നാക്സൊക്കെ 4 മണി കഴിഞ്ഞിട്ടുള്ള ടൈമാണെങ്കിൽ അത് ഈവനിങ് ടൈമാണ് പറയുക, അതിന് നമ്മൾ ഗുഡ് ഈവനിങ് എന്ന് പറയും. അതേപോലെ രാത്രി കിടക്കുന്ന നേരത്ത് നമ്മൾ ഗുഡ് നൈറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതാണ് ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ഗുഡ് നൈറ്റ്, അല്ലേ? നമ്മൾ ഒരാൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ തരാണെങ്കിൽ നമ്മൾ എന്ത് പറയണം? താങ്ക് യു, യു ആർ വെൽക്കം, അല്ലേ? നമുക്കിപ്പോൾ ഒരു കാര്യം, 2 പേര് സംസാരിക്കുക, ടീച്ചർ വേറെ സ്റ്റുഡൻ്റായിട്ട് സംസാരിക്കുക, പക്ഷേ നമുക്ക് അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയണം? നമുക്ക് നമ്മളുടെ കാര്യം പറയാൻ പറ്റില്ല, നമ്മൾ എക്സ്ക്യൂസ് മീ എന്ന് പറയണം. എക്സ്ക്യൂസ് മീ എന്ന് പറയും. അതേപോലെ തന്നെ നമുക്ക് ടീച്ചർ പറയുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ആസ് ഓൺലൈൻ ടീച്ചർ ഞാൻ കുട്ടികളോട് എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങൾ ചിലപ്പോൾ അണ്ടർസ്റ്റാൻഡ്, ചിലപ്പോൾ മനസ്സിലായില്ല, ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ഒന്നും കൂടി പറയാൻ പറ്റുമോ ടീച്ചറെ എന്ന് ചോദിക്കുമ്പോൾ അതിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയണം? പാർഡൻ. പാർഡൻ. എന്താണ് വാക്ക്? പാർഡൻ. ഇവിടെ എഴുതാം, ഒരു വെയിറ്റ്, പാർഡൻ. ഓക്കെ, പ്ലീസ് പാർഡൻ എന്ന് പറയും നമ്മൾ, അല്ലേ? നമ്മൾ ഒരാളോട് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ പ്ലീസ് എന്നൊരു വാക്ക് നമ്മൾ പറയാം. ഓക്കെ, എത്ര നമ്മൾ കൈൻഡ് ആൻഡ് ഹമ്പിളായിരിക്കണം നമ്മൾ സംസാരിക്കുമ്പോൾ അത്രയും നമ്മളുടെ കാര്യങ്ങൾ, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് നേടിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയല്ലോ. ഐ ഹോപ്പ് യു ലൈക്ഡ് മൈ ഡെമോ ക്ലാസ്. വെൽക്കം ദ ഓപ്പർച്യൂണിറ്റീസ്. താങ്ക് യു. ഹലോ, very good morning and welcome to our online class. Let me introduce myself. My name is Christina and I'm a trained teacher, and today I'm going to teach you, as you can see on the board, the shapes. Okay, so you can see there are different shapes. So let's have a song related to shape. Let's sing a song. Okay, are you ready? Okay, let's start. Square and circle, square and circle, triangle, triangle, rectangle and oval, rectangle and oval, star and heart, star and heart. Okay, did you like the song? Okay, let's repeat once again. Okay, repeat after me. Square and circle, square and circle, triangle, triangle, rectangle and oval, rectangle and oval, star and heart, star and heart. Is it interesting to learn the song which is related from shapes? Is it interesting? Say yes. Yes. Hello. So let's move on to the next subject, English. The most interesting subject is. Teacher also loves the subject a lot. Okay, fine. Let's begin. As you can see, there is a poem written on the board. Let's sing it. Okay. Row, row, row your boat. You have to add one more thing. Okay. Row, row, row your boat gently down the stream.
Merrily, merrily, merrily. Life's but a dream. Okay, so what you saw here? What do you see? What was teacher writing in between while reading this poem lines? What did you see? What did you observe? Teacher was writing the third time, right? Isn't it? So how many times we have to read out the spelling row? 3 times. And how many times you have to read out the merrily third stanza? Merrily, how many times? 3 times, right? Merrily, merrily, merrily. Isn't it? Okay, so let's sing again. Okay, with an action. Okay, now this time we will sing the song, the poem with the action. Okay, let's start. Okay. Row, row, row your boat. Row, row, row your boat. Repeat after me. Row, row, row your boat gently down the stream, gently down the stream. Merrily, 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 life's but a dream, life's but a dream. Let's sing a song. How's it? Did you like the song? Did you like this poem? Okay, just again, repeat after me. Row, row, row your boat, row, row, row your boat gently down the stream, gently down the stream. Merrily, 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 life's but a dream, life's but a dream. I hope you liked this poem and you understood the lyrics properly. So let's sing together. Hello. So as you can see here, grammar written on the board. So what's grammar? Grammar is very important part of English subject, right? Without grammar, you can neither write a proper sentence nor you can speak, isn't it? For the sentence formation, the right sentence formation, you need to be understood the main concept of grammar. Okay, so let's begin with the grammar with our first topic. As we can see here on the board, noun. What is noun? Tell me, what is noun? What is noun? I will write on the board. Noun, it is a naming word. Okay, as you can see, what is noun? It is a naming word. It is a naming word, right? So what is a naming word? How you will identify that what is noun? There are 4 to 5 things to be understood. Like noun is a, as you can see, once again, let's rub it. Noun is a place. Noun is an animal. Noun is a thing. Noun is an animal, place, thing. And you can see what noun is an idea. Noun is a person. Okay, so did you see your? These are 1, 2, 3, 4, and 5. Person, place, animal, thing, idea. Okay, so what do you see here? What do you learn here? What do you learn here? You have in a sentence, you have to observe, are these things mentioned in a sentence? If it is so, then you are going to say that it's a noun. Okay, to identify a noun, what are the things you have to observe in a sentence? Person, place, animal, thing, idea.
Okay, let's figure it out with a sentence. Let's figure it out with a sentence. I'm going to write a sentence here. Okay, see, let's see. Look here. I'm going to write a sentence over here. Okay, let me fix the mobile. Okay, in a direction where you can see things. Okay, can you see me? Okay, can you see the board clearly? Fine. Riya is going to school. This is your sentence completes. Riya is going to school, isn't it? So what are you going to see? Riya is going to school, right? So what is it now? Let's figure it out. Did you see the person? Did you see the person? Is there a name related to a person? Yes, Riya is a name. So underline Riya. Is there a place mentioned in the sentence? Yes, there is a place. School. School is a place, isn't it? So you got two words mentioned as noun. So you can write here, noun is Riya and school. Okay, did you get now? Is it easy? ഹലോ സോ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം ഇവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്. ഞാൻ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സ് അല്ലേ, ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സിൻ്റെ ഒരു ചെറിയ എന്താ പറയുക ടോപ്പിക് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനേക്കാൾ മുമ്പ് നമുക്ക് ഒരു കാര്യം പറയാം. എന്താണ് നമ്മളിപ്പോൾ ഈ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സ് എന്തിനു വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്? നമ്മുടെ ഇംഗ്ലീഷ് വളരെ ഫ്ലുവൻ്റായിട്ട് അല്ലേ, നമുക്ക് ഒരു ഇംഗ്ലീഷ് നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാനായിട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സ് ഓൺലൈൻ പ്ലാറ്റ്ഫോംസും ഓഫ്ലൈൻ പ്ലാറ്റ്ഫോംസിലും നമ്മൾ തപ്പുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോംസാണ് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ. ബിക്കോസ് നമ്മുടെ ഹോമിൻ്റെ അറ്റ്മോസ്ഫിയറിൽ നമ്മുടെ കംഫർട്ട് ടൈമിൽ നമുക്ക് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. നമ്മുടെ സ്പീക്കിംഗ് കോഴ്സ് നമുക്ക് ഫ്ലുവൻ്റായിട്ട് ബിൽഡപ്പ് ചെയ്യാം, റൈറ്റ്. ഓഫ്ലൈൻ പ്ലാറ്റ്ഫോംസും അവൈലബിൾ ആണ്. പക്ഷെ നമുക്ക് പോയി വരാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ള കാരണം കാരണം ഓൾറെഡി നമുക്ക് ആസ് എ സ്റ്റുഡൻറ്റ് വേറെ ഒരുപാട് ഷെഡ്യൂൾസ് ഉണ്ടാവും. സ്കൂളിൽ പഠിക്കാനുണ്ടാവും, ആസ് എ കോളേജ് സ്റ്റുഡൻറ്റ് കോളേജിലും പഠിക്കാനുണ്ടാവും. അപ്പോൾ ഈ ബിസി ഷെഡ്യൂൾസ് പിന്നെ അതിൻ്റെ കോച്ചിങ്സിന് പോകാൻ ഈ ബിസി ഷെഡ്യൂൾസ് കഴിഞ്ഞ് നമുക്ക് അതിനുള്ള സമയം കിട്ടില്ല. സോ ദ ബെസ്റ്റ് ഓപ്ഷൻ ഇസ് ഓൺലൈൻ. ഓക്കെ, സോ ഓൺലൈൻ ഓപ്ഷനിൽ നമുക്ക് ഇവിടെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സ് പഠിക്കാം, നമ്മുടെ ഇംഗ്ലീഷ് ഫ്ലുവൻ്റായിട്ട് ഇരിക്കാം. നിങ്ങൾക്കറിയാം, ഒരു ഇംഗ്ലീഷ് സ്പീക്ക് ചെയ്യാനായിട്ട് ബേസിക് നമുക്ക് ഗ്രാമർ കറക്റ്റ് ഉണ്ടാവണം. ഗ്രാമർ ആണ് ഒരു സെൻറ്റൻസിനെ ഫോം ചെയ്യുന്നത് കറക്റ്റായിട്ട്, അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്ത് നമുക്ക് സംസാരിക്കാനും എഴുതാനായിട്ട്. ഓക്കെ, ഒരു പ്രോപ്പർ ഗ്രാമർ നമുക്ക് കൺസെപ്റ്റ് മനസ്സിലായെങ്കിൽ നമുക്ക് സംസാരിക്കുമ്പോൾ ഒരു ഗ്രാമറ്റിക്കൽ മിസ്റ്റേക്ക് ഉണ്ടാവില്ല. അത് എഴുതുന്ന നേരത്തെ ആയാലും സംസാരിക്കുന്ന നേരത്തെ ആയാലും നമുക്ക് ഇംഗ്ലീഷ് സ്പീക്കിംഗ് എന്തോരം ഇമ്പോർട്ടൻ്റ് ആണോ ലൈഫിൽ. ആസ് എ സ്കൂൾ സ്റ്റുഡൻറ്റ് ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിനുള്ള ഇമ്പാക്റ്റ് മനസ്സിലാവും. അതുപോലെ കോളേജിൽ ആസ് എ കോളേജ് സ്റ്റുഡൻസ് നമ്മൾ പ്രസൻറ്റേഷൻസൊക്കെ നമ്മൾ നടത്തുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ 30 മാർക്സ് 40 മാർക്സ് ഇൻറ്റർണൽസ് ഒക്കെ പ്രസൻറ്റേഷൻസാണ്. ഈ പ്രസൻറ്റേഷൻസ് നമ്മൾ ഏറ്റവും ബെസ്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്നത് ത്രൂ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആണ്. ഇഫ് യു ആർ ബെസ്റ്റ് ഇൻ യുവർ ഇംഗ്ലീഷ് ആൻഡ് ഇഫ് അതേഴ്സ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് യു വെൽ, ദെൻ യു ആർ ഡൺ, റൈറ്റ്. യുവർ പ്രസൻറ്റേഷൻ ഈസ് യുവർ ബെസ്റ്റ്, റൈറ്റ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ആസ് എ ജോലിക്കൊക്കെ ട്രൈ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഇംഗ്ലീഷ് ഇൻ്റർവ്യൂക്ക് കൊടുക്കണം, നല്ലപോലെ ഇംഗ്ലീഷ് പറയാൻ കിട്ടണം അല്ലേ. അവിടെ നല്ല ഫ്ലുവൻ്റായിട്ട് ഇംഗ്ലീഷ് പറയുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഇൻ്റർവ്യൂ നമുക്ക് ജയിക്കാനുള്ള അവസരം കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഈവൻ ജോബ് കിട്ടിയ ശേഷം നമുക്ക് മുമ്പോട്ട് ഒരു പ്രൊമോഷന് വേണ്ടിയിട്ടും ഇംഗ്ലീഷ് സംസാരിക്കാൻ കിട്ടണം, അത്യാവശ്യമാണ്. അബ്രോഡ് പോയാലും നമുക്ക് ഇംഗ്ലീഷ് പറയാനായിട്ട് കിട്ടണം. ഇംഗ്ലീഷിലായിരിക്കും മോസ്റ്റ് ഓഫ് ദ എക്സാംസ് കണ്ടക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയ ഒരു സബ്ജക്റ്റാണ്. നമുക്ക് നമ്മളുടെ ഇംഗ്ലീഷ് ഫ്ലുവൻ്റായിട്ട് നമ്മളുടെ ഈ ഓൺലൈൻ ക്ലാസ്സിലൂടെ നമുക്ക് നേടിയെടുക്കാം. ലെറ്റ്സ് ബിഗിൻ സ്റ്റാർട്ട്. ആദ്യം തൊട്ട് ഞാൻ പറയാൻ പോകുന്നത്
നമ്മളെ ഇംഗ്ലീഷിൽ ഏത് ഇംഗ്ലീഷായാലും നമ്മൾ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ വേണം, അത്യാവശ്യമാണ് കേട്ടോ. ഒരു ചെറിയ സെൽഫ് ഇൻട്രൊഡക്ഷൻ നമ്മളെ കുറിച്ച് നമ്മൾ മറ്റാൾക്കാരോട് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുക. ആദ്യം തന്നെ ഞാനൊരു 2-3 ലൈനിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഒതുങ്ങുന്ന ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയും. ഓക്കെ, ഹലോ എവ്രി വൺ. ഓക്കെ, ഹലോ എവ്രി വൺ, മനസ്സിലായോ? രണ്ടാമത്തെ ലൈൻ നമുക്ക് പറയാം, മൈ നെയിം ഈസ് ക്രിസ്റ്റീന മൻഗൻ. മൈ നെയിം ഈസ് ക്രിസ്റ്റീന മൻഗൻ. മൂന്നാമത്തെ ലൈൻ നമുക്ക് ആഡ് ചെയ്യാം, നിങ്ങൾ ആരാണ്. ഓക്കെ, നിങ്ങളുടെ ഐഡൻറ്റിറ്റി ആരാണ്. ഐ ആം ക്രിസ്റ്റീന എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മുടെ പേര് നമ്മൾ മെൻഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഐ ആം എ ട്രെയിൻഡ് മോണ്ടിസറി ടീച്ചർ. ഞാനൊരു വെൽ ട്രെയിൻഡ് മോണ്ടിസറി ടീച്ചറാണ്. ഐ ആം എ ട്രെയിൻഡ് മോണ്ടിസറി ടീച്ചർ. ഓക്കെ, ഇതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഹാവ് എ നൈസ് ഡേ എന്ന് പറയും നമ്മൾ നമ്മുടെ ഇൻട്രൊഡക്ഷൻ അവസാനിപ്പിക്കുമ്പോൾ ഹാവ് എ നൈസ് ഡേ എന്ന് പറഞ്ഞിട്ട് താങ്ക് യു, നൈസ് ടു മീറ്റ് യു, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഒരു 2-3 ലൈനിൽ ഒതുങ്ങുന്ന രീതിയിൽ നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യുക അല്ലേ. നമ്മളിപ്പോൾ സ്കൂളിൽ ഒരു കൂട്ടുകാരനെ കാണുമ്പോൾ നമ്മുടെ പേര് പറയും അല്ലേ, നമ്മൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഓക്കെ, for example, I am Alisa. I am studying in class 2. I am studying at St. Mary's Kottegad School. I am from Thrissur district. അല്ലേ, ഇങ്ങനെയൊക്കെ അല്ലേ നമ്മളെ കുറിച്ച് പറയാം. I am residing, നമ്മുടെ ഹോം അഡ്രസ്സ് പറയാം. ഐ എം റിസൈഡിങ് അറ്റ് ചുരുശ്ശേരി തൃശ്ശൂർ. ഇസഡ് നമുക്ക് കോൺടാക്ട് നമ്പർ, നമ്മൾ ഇപ്പോഴത്തെ കുഞ്ഞു കുട്ടികൾ വരെ കോൺടാക്ട് നമ്പർ അമ്മമാരുടെ അല്ലെങ്കിൽ അച്ഛൻ്റെ നമ്പറൊക്കെ ബൈഹാർട്ട് ചെയ്ത് നമ്മുടെ കോൺടാക്ട് നമ്പർ വരെ നമ്മൾ പറയും. ഓക്കെ, കാരണം ഇന്നത്തെ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്സാപ്പ് ലോകമാണ്. സ്റ്റേ ഇൻ ടച്ച് ഈസ് ത്രൂ വാട്സാപ്പ്, റൈറ്റ്? സോ ഫോൺ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ ടച്ചിൽ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഫ്രണ്ടായിട്ട് ഇരിക്കുന്നത് ത്രൂ ഓൺലൈനാണ്, വാട്സാപ്പ്. ഓക്കെ, പിന്നെ പല ആപ്സ് ഉണ്ട്, അതും നമ്മൾ ഉപയോഗിക്കും. അത് നിങ്ങൾക്ക് അറിയാം, FB, Instagram, everything. So everywhere for better communication there should be, and for better self introduction there should be fluent English. ഓക്കെ, ആ ഇംഗ്ലീഷ് നമുക്ക് സംസാരിക്കാനായിട്ട് ഫ്ലുവൻ്റ്ലി, ഈസിലി, ഭയങ്കര എന്താ പറയുക, ഫ്രീലി നമുക്ക് കിട്ടും. ഒരു കൺഫ്യൂഷന്, ഒരു സ്ട്രെസ് ഉണ്ടാവാൻ പാടില്ല. അത് നമുക്ക് ഈ ഓൺലൈൻ ക്ലാസ് കൂടി നേടിയെടുക്കാം. ഓക്കെ, പക്ഷെ നമുക്ക് ഇപ്പോൾ ഞാനൊരു 2-3 ഗ്രീറ്റിങ്സ് എന്ന് പറയാം. നമുക്ക് ഒരാളെ കാണുമ്പോൾ നമ്മൾ ഗ്രീറ്റ് ചെയ്യാനത്. ഓക്കെ, ഗ്രീറ്റിങ്സ്. നമ്മൾ ഗ്രീറ്റിങ്സ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ അതിരാവിലെ ആണെങ്കിൽ നമ്മൾ സ്കൂളിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ മോർണിംഗ് ഷെഡ്യൂളാണ്. നമ്മളൊരു ടീച്ചറിനെ കാണുമ്പോൾ സാധാരണ നമ്മളൊരു ടീച്ചറിനെ കാണുമ്പോൾ ഗുഡ് മോർണിംഗ് എന്നാണ് പറയേണ്ടത്. എന്താണെന്ന് പറയേണ്ടത്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എല്ലാം കാര്യങ്ങൾ ബോർഡിൽ എഴുതാൻ പറ്റില്ല, എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഗുഡ് മോർണിംഗ്. അതേപോലെ ആഫ്റ്റർനൂൺ, ഒരു ഉച്ച നേരത്താണെങ്കിൽ നമ്മൾ ഗുഡ് ആഫ്റ്റർനൂൺ, അങ്ങനെയാണ് നമ്മൾ വിഷ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ ഈവനിങ് ടൈം, ഒരു സ്നാക്സ് ഒക്കെ 4 മണി കഴിഞ്ഞിട്ടുള്ള ടൈമാണെങ്കിൽ അത് ഈവനിങ് ടൈമാണ് പറയുക. അതിന് നമ്മൾ ഗുഡ് ഈവനിങ് എന്ന് പറയും. അതേപോലെ രാത്രി കിടക്കുന്ന നേരത്ത് നമ്മൾ ഗുഡ് നൈറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതാണ് ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ഗുഡ് നൈറ്റ് അല്ലേ. നമ്മൾ ഒരാൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ തരാണെങ്കിൽ നമ്മൾ എന്ത് പറയണം? താങ്ക് യു, യു ആർ വെൽക്കം അല്ലേ. നമുക്കിപ്പോൾ ഒരു കാര്യം, 2 പേര് സംസാരിക്കുക, ടീച്ചർ വേറെ സ്റ്റുഡൻ്റായിട്ട് സംസാരിക്കുക, പക്ഷേ നമുക്ക് അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയണം? നമുക്ക് നമ്മുടെ കാര്യം പറയാൻ പറ്റില്ല, നമ്മൾ എക്സ്ക്യൂസ് മീ എന്ന് പറയണം. എക്സ്ക്യൂസ് മീ എന്ന് പറയണം. അതേപോലെ തന്നെ നമുക്ക് ടീച്ചർ പറയുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ആസ് ഓൺലൈൻ ടീച്ചർ ഞാൻ കുട്ടികളോട് എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങൾ ചിലപ്പോൾ അണ്ടർസ്റ്റാൻഡ്, ചിലപ്പോൾ മനസ്സിലായില്ല, ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ഒന്നും കൂടി പറയാൻ പറ്റുമോ ടീച്ചറെ എന്ന് ചോദിക്കുമ്പോൾ അതിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയണം? പാർഡൻ. പാർഡൻ. എന്താണ് വാക്ക്? പാർഡൻ. ഇവിടെ എഴുതാം, ഓരോ വെയിറ്റ്, പാർഡൻ. ഓക്കെ, പ്ലീസ് പാർഡൻ എന്ന് പറയും നമ്മൾ അല്ലേ. നമ്മൾ ഒരാളോട് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ പ്ലീസ് എന്നൊരു വാക്ക് നമ്മൾ പറയാം. ഓക്കെ, എത്ര നമ്മൾ കൈൻഡ് ആൻഡ് ഹമ്പിളായിരിക്കണം നമ്മൾ സംസാരിക്കുമ്പോൾ അത്രയും നമ്മളുടെ കാര്യങ്ങൾ, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് നേടിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയല്ലോ. ഐ ഹോപ്പ് യു ലൈക്ഡ് മൈ ഡെമോ ക്ലാസ്. വെൽക്കം ദ ഓപ്പർച്യൂണിറ്റീസ്. താങ്ക് യു.